പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ അബ്രാഹത്തെ കണ്ടുമുട്ടുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ ജോസഫിനെ കണ്ടുമുട്ടുന്നു. അബ്രാഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഇതായിരുന്നു: ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക. ജോസഫിൻ്റെ മുമ്പിൽ പ്രതിസന്ധി ഇതായിരുന്നു: ഗർഭിണിയായ മറിയത്തെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എവിടെയെല്ലാം യേശുവിലൂടെ പിതാവൊരുക്കിയ രക്ഷ കടന്നു വരുന്നുണ്ടോ അവിടെയെല്ലാം ആ വ്യക്തികൾ ഒരു ദുരവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ചില ദുരവസ്ഥയുണ്ട്. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുന്നു, ഒരു ദുരവസ്ഥ നമ്മുടെ മുമ്പിൽ വരുന്നു. എങ്ങനെ ആ ദുരവസ്ഥയെ നമ്മൾ ഫേസ് ചെയ്യുന്നു? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒരു ദുരവസ്ഥ വന്നു: വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാവുക. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത, ഒരുപക്ഷെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ വല്ലാതെ യൂട്ടേൺ തിരിക്കുന്ന ഒരു ദുരവസ്ഥ വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുരവസ്ഥയെ, നമ്മുടെ കുടുംബത്തിൽ വരുന്ന ഒരു ദുരവസ്ഥയെ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജോസഫ് അതിനെ സമീപിച്ചത്, ആ ദുരവസ്ഥയിൽ ജോസഫ് ദൈവകരത്തിൻ്റെ കീഴിൽ നിന്നു, ദൈവസ്വരം അനുസരിച്ചു. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഏതൊരു വ്യക്തിയും യേശുവിലൂടെ പിതാവൊരുക്കിയ രക്ഷ സ്വീകരിക്കുമ്പോൾ ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. വെറുതെ വരുന്ന ഒന്നല്ല യേശുവിലൂടെ പിതാവൊരുക്കിയ ദൈവരാജ്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക: ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ചിറക്കുന്നു. ഇസ്രായേൽ ജനം നിൽക്കുന്നത് എവിടെയാ? ചെങ്കടലിൻ്റെ മുമ്പിൽ. തങ്ങളെ മുക്കിക്കളയുന്ന ചെങ്കടൽ, പുറകിൽ തങ്ങളുടെ കഴുത്തറുക്കാൻ പാഞ്ഞെടുക്കുന്ന സൈന്യം ഒരു ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ചെങ്കടലിലേക്ക് നോക്കുന്ന ഒരു ജനം. അവർ പറയുന്നത്, ഞങ്ങളെ ഈ ചെങ്കടലിൽ മുക്കിക്കൊല്ലാനാണോ കൊണ്ടുവന്നിരിക്കുന്നത്? എന്നാൽ അടുത്ത വചനം, മോശ കണ്ണുയർത്തി സ്വർഗത്തിലേക്ക് നോക്കി. കണ്ടോ? വീണ്ടും നമ്മൾ കാണും, ഇവര് മാറാ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. മാറാ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ മരുഭൂമിയാണ്, ഒരു തുള്ളി വെള്ളമില്ലാതെ അവിടെ മുഴുവനും അലയുന്നു. മുഴുവനും അലയുമ്പോൾ അവിടെ ഒരു അരുവി കണ്ടെത്തി. എന്ത് സംഭവിക്കും? ഈ ജനം മുഴുവനും പോയി ഈ അരുവിയിലെ വെള്ളം കോരി ചുണ്ടോടടുപ്പിക്കുമ്പോൾ അത് കയ്പാണ്. അവരെന്ത് ചെയ്തു? അവർ ആ വെള്ളം വലിച്ചെറിഞ്ഞിട്ട് മോശയ്ക്കെതിരെ പിറുപിറുത്തു.
മോശ എന്ത് ചെയ്തു? മോശ ചെന്ന് വെള്ളം കൈകളിലെടുത്ത് വെള്ളം ചുണ്ടോടടുപ്പിക്കുമ്പോൾ മോശയ്ക്ക് മനസ്സിലായി വെള്ളത്തിന് കയ്പ്പ് രസമാണ്. മോശ എന്ത് ചെയ്തു? മോശ കണ്ണുകൾ ഉയർത്തി. അടുത്ത വചനം, സ്വർഗത്തിൽ നിന്ന് മോശയ്ക്ക് ഒരു തടിക്കഷ്ണം കിട്ടി. മോശ ആ തടിക്കഷ്ണത്തെ എടുത്ത് വെള്ളത്തിലിട്ടു. വെള്ളം മധുരമായി. ഒരു ദുരവസ്ഥയെ എങ്ങനെ സമീപിക്കുന്നു? ഒന്ന്, എനിക്ക് ആ ദുരവസ്ഥയെ ഓർത്ത് മറ്റുള്ളവരെ പഴിചാരാം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ദുരവസ്ഥയെ ഓർത്ത് മറ്റുള്ളവരെ പഴിചാരാം. അതിനേറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന വ്യക്തി ജോസഫ്. ദൈവത്തെ പഴിചാരാം, മറിയത്തെ പഴിചാരാം, ദുരവസ്ഥയോർത്ത് പഴിചാരാം, പിറുപിറുക്കാം. 2, ആ ദുരവസ്ഥയിൽ ഞാൻ അസ്വസ്ഥപ്പെട്ട് ഞാൻ തകരാം. എന്നാൽ എന്താണ് ആ ദുരവസ്ഥയിൽ ഞാൻ ചെയ്യേണ്ട കാര്യം? ഞാൻ മുകളിലേക്ക് നോക്കണം. ഈ ദുരവസ്ഥ അനുവദിച്ചൊരുത്തനുണ്ട്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണം. ഈ ദുരവസ്ഥ അനുവദിച്ചൊരു വ്യക്തി, ഈ ദുരവസ്ഥ അനുവദിച്ച ഒരു വ്യക്തി. എൻ്റെ തലയിൽ ഒരു ചിന്ത കയറണം. ദൈവം അനുവദിക്കാതെയും ദൈവം അറിയാതെയും ഒന്നും സംഭവിക്കുന്നില്ല. കാരണം വചനം പറയുന്നുണ്ട്, നിന്റെ തലമുടിയിഴ എണ്ണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ആദ്യം വരേണ്ട ചിന്ത, ഇത് ദൈവത്തിൽ നിന്ന് വരുന്നു, ഇത് ദൈവത്തിൽ നിന്ന് വരുന്നു, ഇത് അംഗീകരിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. യേശു പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു പറയുന്ന കാര്യമുണ്ട്, ഉന്നതത്തിൽ നിന്ന് അധികാരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. നോട്ടം പീലാത്തോസിലേക്കല്ല, പീലാത്തോസിൻ്റെ മുമ്പിൽ കൈനെട്ടി നിൽക്കുമ്പോഴും നോട്ടം പിതാവിലേക്കാണ്. ഇറ്റ് ഈസ് നോട്ട് ഫ്രം പൈലറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഫ്രം പൈലറ്റ്. ഇത് പീലാത്തോസിൽ നിന്നല്ല. ഇറ്റ് ഈസ് ഫ്രം മൈ ഫാദർ. ഇത് എൻ്റെ പിതാവിൽ നിന്നാണ്. ഇതായിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട ഒരു മനോഭാവം. എന്തിനാണ് ദൈവം ഇപ്പോൾ ഈ ദുരവസ്ഥ എൻ്റെ മുമ്പിൽ അനുവദിച്ചത്? എൻ്റെ വിശുദ്ധീകരണത്തിനാണോ? അല്ലെങ്കിൽ ഉപരിനന്മയ്ക്കാണോ? എൻ്റെ വിശുദ്ധീകരണത്തിനാണെങ്കിൽ ഞാൻ ആ ദുരവസ്ഥയിൽ എന്നെ വിശുദ്ധീകരിക്കുക. എന്നിട്ട് ആ വിശുദ്ധീകരണത്തിലൂടെ രക്ഷാകര ഇടപെടൽ ഞാൻ സ്വീകരിക്കുക. ഫോർ എക്സാമ്പിൾ, ദൈവം ഇസ്രായേൽ ജനത്തെ 40 വർഷത്തെ മരുഭൂമിയിൽ നിർത്തുന്നു. എന്തിനായിരുന്നു? ആ ജനത്തെ വിശുദ്ധീകരിക്കാൻ. ആ ജനം അപ്പം കൊണ്ട് മാത്രമല്ല, അവിടുത്തെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് അവരെ ഹൃദയത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചു ആ 40 വർഷങ്ങൾ. 2, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത് അനുവദിക്കുന്നത് ഉപരിനന്മയ്ക്കാണെങ്കിൽ അത് ദൈവത്തോട് തന്നെ ചേർത്ത് വെച്ച് അതിൻ്റെ ബലത്തിനും ശക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആ ദുരവസ്ഥയെ ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു? ഒന്നാമത് എനിക്ക് വേണ്ട ചിന്ത അത് തന്നെയാണ്, ഇറ്റ് ഈസ് ഫ്രം മൈ ഗാഡ്. എൻ്റെ ദൈവം അനുവദിക്കുന്ന ഒരു ദുരവസ്ഥയും എന്നെ തകർക്കാനല്ല. ഇത് മനസ്സിലാക്കുക. നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിൽ, കുടുംബത്തിൽ, ജീവിതത്തിൽ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡായ ദുരവസ്ഥകൾ കടന്നു വരും. അപ്പോൾ നമ്മൾ പതറിപ്പോവുകയല്ല, നമ്മൾ അതിൻ്റെ പരിഹാരം ദൈവത്തിലേക്ക് തന്നെ നോക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എനിക്ക് അവിടെ ഒന്നും ചെയ്യാനുണ്ടാകില്ല, ദൈവത്തിന് അവിടെ പലതും ചെയ്യാനുണ്ട്. ഒരിക്കൽ എനിക്ക് പരിചയമുള്ളൊരു കുടുംബം, ഞാൻ പോട്ടയാശ്രമത്തിലാണ് അച്ഛനായി കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ്, ഒരു 2-3 വർഷം കഴിഞ്ഞ് ഒരു ദിവസം രാവിലത്തെ ക്ലാസ് എടുക്കാൻ ഞാൻ ഡിവൈനിൽ പോയതാണ്. ഡിവൈനിൽ നിന്ന് പോട്ടയിലേക്ക് ഒരു 10 മിനിറ്റ്
ഇപ്പം ഞാൻ ഡിവൈനിൽ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോൾ ഞാൻ പോട്ടെ ആശ്രമത്തിലേക്ക് വരുന്നു. ആശ്രമത്തിൽ വന്ന് വണ്ടി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞു, അച്ഛാ, ഒരു സ്ത്രീ രാവിലെ അച്ഛൻ ഇവിടുന്ന് ഡിവൈനിലേക്ക് പോയപ്പോൾ തന്നെ ഒരു സ്ത്രീ വന്നു. അവരവിടെ കുർബാനയ്ക്ക് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നിത്യാരാധന ചാപ്പിൽ ഇരുത്തിയിട്ടുണ്ട്. അച്ഛനൊന്ന് ചെല്ലാവോ? അച്ഛൻ്റെ ഫോൺ എവിടെ? ഞാൻ പറഞ്ഞു, ഫോണൊന്നും ഞാൻ കൊണ്ടുപോയില്ല. അപ്പോൾ ഞാൻ ഈ നിത്യാരാധന ചാപ്പിൽ ചെല്ലുമ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ എറണാകുളത്തുനിന്ന് 42 കിലോമീറ്റർ ഇപ്പുറത്തുള്ള പോട്ടെ ആശ്രമത്തിൻ്റെ ഓലച്ചാപ്പലിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ? അപ്പോൾ കുർബാനയുടെ മുമ്പിൽ അവർ നിൽക്കുന്നത്. അവർ പതുക്കെ എഴുന്നേറ്റു. അച്ഛാ, രാവിലെ മുതൽ ഞാൻ അച്ഛനെ വിളിക്കുക. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, പുതിയ വർക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിന് ബിൽഡിങ്ങൊക്കെ പണിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേളാങ്കണ്ണിക്ക് പോയതാണ്. വെളുപ്പിന് തിരിച്ചു പോരുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് അപകടമുണ്ടാവുകയും ഇപ്പോൾ ഇന്ന ഹോസ്പിറ്റലിലാണ്, 18 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ആലുവയ്ക്ക് അടുത്ത് വെച്ചുണ്ടായ അപകടം. ലക്ഷോർ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ ആദ്യം വന്ന ചോദ്യം, എന്നിട്ട് ഭർത്താവ് ICUവിൽ 18 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട്, വൈ യു ആർ ഹിയർ? എന്തുകൊണ്ട് നിങ്ങളിവിടെ 40 കിലോമീറ്റർ ഇപ്പുറത്ത് ഇന്ന സ്ഥലത്ത് വന്നിരിക്കുന്നു? അച്ഛാ, ഇത് കേട്ട ഉടനെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അച്ഛാ, എന്തുകൊണ്ട് ഇത് അനുവദിച്ചു ദൈവം? ഞാൻ അവിടെ നിന്നിട്ട് ICUവിൻ്റെ വാതിൽക്കൽ നിന്ന് കരഞ്ഞിട്ട് എന്തെങ്കിലും നന്മയുണ്ടോ? ഞാൻ എൻ്റെ ആങ്ങളയോടും നാത്തൂനോടും മൂത്ത മകനോടും പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഞാനൊന്നും മിണ്ടിയില്ല. അവരെന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛാ, മോശം വാർത്ത വല്ലതുമാണെങ്കിൽ അച്ഛൻ എൻ്റെ കൂടെ ഒന്ന് വരണം കേട്ടോ, എന്നെ വീട് വരെ ആക്കാൻ. ഞാൻ പറഞ്ഞു, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. അതിനപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ത് പറയാൻ പറ്റുമെന്ന് ഡോക്ടേഴ്സ് പോലും അവ്യക്തത പറയുകയാണ്. ഈ സംഭവം ഞാൻ സംസാരിക്കുന്നതൊരു 8:45-9 മണിയൊക്കെ ആയി കാണും. 10:40 ആയപ്പോൾ, ഒരു 11 മണിയൊക്കെ ആകാറായപ്പോൾ ഒരു ഫോൺ, മകനാണ് എന്നെ വിളിക്കുന്നത്. അച്ഛാ, 18 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറയുന്നു കുഴപ്പമൊന്നുമില്ല, മരുന്നിനോടെല്ലാം റിയാക്ട് ചെയ്യുന്നുണ്ട്, ബോധം വന്നു, മുറിയിലേക്ക് മാറ്റും, ഒരു ചെറിയ ഓപ്പറേഷനുണ്ട്, അതിപ്പോൾ കഴിയും, അത് കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റും, ഒരു കുഴപ്പമില്ല, ഒരു കാര്യത്തിലും എല്ലാം നോർമലായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. കുറച്ച് മുമ്പ്, 1 മണിക്കൂർ മുമ്പ് പറഞ്ഞത് 18 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. എനിക്ക് തോന്നി ഈ കുടുംബം എടുത്തൊരു നിലപാട്, അല്ലെങ്കിൽ ഈ ഭാര്യ എടുത്തൊരു നിലപാട്, അവൾ ഈ ഭർത്താവ് ICUവിൽ കിടക്കുമ്പോൾ ഒരു വലിയ ദുരവസ്ഥ വന്നപ്പോൾ അവൾ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നൊരു സാഹചര്യത്തിൽ യേശുവിലേക്ക് തിരിഞ്ഞു. അങ്ങനെ തിരിയണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്നും അത് പരിഹരിക്കാൻ ദൈവത്തിനെ സാധിക്കൂ എന്ന ഒരു ആന്തരിക തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കൊരുപാട് യുക്തിപരമായ ചിന്തകളും പ്രലോഭനങ്ങളും വരും. നമ്മളെല്ലാവരും ചോദിക്കും, ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നുവോ? ആ ചോദ്യത്തിന് പൂർണ്ണമായിട്ടും ആ ചോദ്യത്തെ അടച്ചു കളയുന്ന ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു പുസ്തകം, അത് സുവിശേഷമാണ്. ദൈവത്തിൻ്റെ പേരും എല്ലാ സമയവും പറഞ്ഞവൻ, സ്വന്തം പുത്രൻ കുരിശിൽ കിടക്കുമ്പോൾ ദൈവം കണ്ണടച്ചോ? ദൈവം കൈയടച്ചോ? നോ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിലാണ് യേശു കുരിശിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ദുരവസ്ഥ ജീവിതത്തിലുണ്ടാകും.
ആ ദുരവസ്ഥകളൊന്നും നമ്മളെ തകർക്കാനല്ല. ദൈവം അനുവദിക്കുന്ന, ദൈവം തരുന്ന ഒരു ദുരവസ്ഥയും നമ്മളെ തകർക്കാനോ നമ്മളെ ഇല്ലാതാക്കാനോ അല്ല. ഈ തിരിച്ചറിവിലേക്ക് ഒരു പ്രതിസന്ധിയിൽ നമ്മൾ വളരണം. അത് വല്ലാതെ പഠിപ്പിക്കുന്നുണ്ട് ജോസഫ്. ജീവിതത്തിൽ ദുരവസ്ഥകളെല്ലാം ഫേസ് ചെയ്യുമ്പോഴും നോട്ടം ദൈവത്തിലേക്ക്, തീരുമാനം ദൈവത്തിൻ്റേത്, ഇടപെടൽ ദൈവത്തിൻ്റേത്. ആ വ്യക്തി ദൈവത്തിൻ്റെ കീഴിൽ നിന്നും. അപ്പോഴാണ് അത് രക്ഷാകരമായത്. പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണം, ആ കുടുംബത്തിലൊരു ദുരവസ്ഥ വരുന്നു. ആ കുടുംബം ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദുരവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത്, നമ്മുടെ കുടുംബം നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊറ്റയ്ക്കല്ല. ഈ പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളൊറ്റയ്ക്കല്ല. നിങ്ങളോട് പതറിപ്പോകരുത്. ആ ദുരവസ്ഥയെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച്, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ദുരവസ്ഥയിൽ നമ്മൾ അസ്വസ്ഥപ്പെടരുത്. അതല്ലേ, എപ്പോഴും സന്തോഷിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദി പറയുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഒരു പ്രശ്നത്തിൽ ദൈവഹിതം എന്ത്? എപ്പോഴും നന്ദി പറയുക, എല്ലാ കാര്യത്തിലും nന്ദി പറയുക, എപ്പോഴും സന്തോഷിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. 1 തെസ്സലോനിയർ 5:16-17 വചനം കൃത്യമായിട്ട് പറയുന്നു. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പോൾ ഈ പ്രശ്നത്തിൽ ദൈവഹിതം എന്താണ്? എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവഹിതം എന്താണ്? ആ ദൈവഹിതം വചനം പറയുകയാണ്, ഇതാണ് ദൈവഹിതം. എപ്പോഴും സന്തോഷിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദി പറയുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ പ്രശ്നത്തിൽ ദൈവത്തിന് നന്ദി പറയുക, ആ പ്രശ്നത്തിൽ ദൈവത്തെ സ്തുതിക്കുക. ഇത് ദൈവഹിതമാണ്. ശിഷ്യന്മാർ ചോദിച്ചു, ദൈവഹിതമനുസരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, അവിടുന്ന് അയച്ചവൻ വിശ്വസിക്കുക. എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിൽ ഞാൻ വിശ്വസിക്കുക, ഇത് ദൈവം അനുവദിക്കുന്നതാണ്, ഇത് ദൈവം തരുന്നതാണ്. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ദൈവഹിതം അനുസരിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:29, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കുക, ദൈവത്തിൻ്റെ കരുത്തിൻ്റെ കീഴിലാണ് എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുക, ഞാൻ ഏറ്റുപറയുക. ദൈവത്തിന് അസാധ്യമല്ല ഒന്നും എന്ന് ഞാൻ ഏറ്റുപറയുക. അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, 3 പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് അർപ്പിക്കണം. ഇതാകണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിൽ അനുരൂപരാകരുത്. പ്രത്യുത മനസ്സിന് നവീകരണം വഴി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും. ഇതാണ് നല്ലതും ദൈവഹിതം എന്നതും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ദൈവഹിതം തിരിച്ചറിയാൻ ഞാൻ ആ പ്രശ്നത്തിൽ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് എന്നെ തന്നെ സമർപ്പിക്കുക, എന്നെ തന്നെ വിശുദ്ധീകരിക്കുക. ദൈവഹിതം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, ഈ ദുരവസ്ഥകൾ, പ്രതികൂല സാഹചര്യങ്ങൾ മുൻപിൽ വരുന്നുണ്ട്. സുവിശേഷം മുഴുവനും പോകുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ സുന്ദരമായൊരു വചനം, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങളറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ. എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. അതെങ്ങനെയാണ്? എനിക്ക് സംഭവിക്കുന്നൊരു കാര്യം, എനിക്കിഷ്ടമില്ലാത്ത, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എൻ്റെ മുമ്പിൽ വരുന്നു. അതെങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായത്? അതറിയാൻ മറ്റെങ്ങും നോക്കണ്ട, വിശുദ്ധ ഔസേപ്പിതാവിനെ ധ്യാനിക്കുക. സംഭവിച്ച കാര്യം ഇന്ന് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി.
സുവിശേഷത്തിന് കാരണമായി. പൗലോസ് ഇത് പറയുന്നത് എന്താ? പൗലോസ് ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച വ്യക്തി. എന്നാൽ പൗലോസ് ലീഹയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. പൗലോസ് ലീഹ ഒരു പ്രത്യയശാസ്ത്രം തലയിൽ, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുക, അതിനുവേണ്ടി അധികാരപത്രം കയ്യിൽ, ഒരു പ്രത്യയശാസ്ത്രം തലയിൽ, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാനുള്ള അധികാരപത്രം കയ്യിൽ ദമാസ്കസിലേക്ക് പോകുന്നു. എന്ത് സംഭവിച്ചു? കുതിരപ്പുറത്തുനിന്ന് താഴ്ത്തു വീണു, അന്ധനായി. എന്തിനു വേണ്ടി താൻ പോയോ ആ കാഴ്ചയില്ലാതായി. 2, ആ പ്രതിസന്ധിയിൽ കുതിരപ്പുറത്തുനിന്ന് താഴ്ത്തു വീണു. ഈ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയാണ്, എനിക്ക് സംഭവിച്ച ആ കാര്യമുണ്ടല്ലോ, എനിക്ക് അപ്പം തോന്നിയത് എൻ്റെ കാഴ്ച പോയി, എനിക്ക് അപ്പം തോന്നിയത് കുതിരപ്പുറത്തുനിന്ന് വീണു. പക്ഷെ സംഭവിച്ച കാര്യമുണ്ടല്ലോ, അതാണ് വിജാതരുടെ സുവിശേഷമെത്താൻ കാരണമായത്. നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ, നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് ഞാൻ അറിയണം. നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കാണുന്നൊരു കാര്യമാണ്, സാക്ഷ്യം പറയും അല്ലേ? സാക്ഷ്യം പറയുന്നു ഒരുപാട് പേര്. എന്താ ഈ സാക്ഷ്യം? സാക്ഷ്യത്തിൽ എല്ലാവർക്കും പറയാനുള്ളത് എന്താ? ഞാൻ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്തു, ഇന്ന് അനേകരുടെ മുമ്പിൽ സാക്ഷ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയാവോ? ഇപ്പോൾ നിനക്കുറക്കം നഷ്ടപ്പെടുത്തുന്ന, നിൻ്റെ ജീവിതത്തെ വല്ലാതെ ഇട്ട് ഉലയ്ക്കുന്ന ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഇത് അനേകരുടെ മുമ്പിൽ നീ സാക്ഷ്യമാകാൻ ദൈവം അനുവദിച്ചതാണ്. ഇത് അനേകരുടെ മുമ്പിൽ സാക്ഷ്യമാകാൻ ദൈവം അനുവദിച്ച ഒരു പ്രതിസന്ധിയാണ്. ഇത് അനേകരുടെ മുമ്പിൽ സുവിശേഷമാകാൻ ദൈവം അനുവദിച്ചൊരു പ്രതിസന്ധിയാണ്. എങ്ങനെ ആ പ്രതിസന്ധിയെ ഞാൻ കൈകാര്യം ചെയ്യുന്നു? ഒരു പക്ഷേ ഇപ്പോൾ ഈ വചന ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കാര്യം മാത്രം ഓർക്കുക, നീയും നിൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിലാണ്, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്. ഈ ഒരു പ്രശ്നത്തിൽ നീ പറയരുത് ദൈവം കൈവിട്ടെന്ന്. കാരണം ഇന്ന് നിനക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവം അനുഗ്രഹിച്ച്, ദൈവം ആശീർവദിച്ച് നൽകിയതാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നീ പറയണം, ഈ പ്രശ്നം എൻ്റെ ദൈവം എൻ്റെ കൂടെ നിന്ന് പരിഹരിക്കും. ഇത് പറയണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രശ്നത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കരുത്. ഒരുമിച്ചിരുന്ന് ദൈവിക ഇടപെടലിന് വേണ്ടി, ദൈവിക കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്തൊരു കാര്യത്തിന് മുമ്പിലായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനൊരവസ്ഥയിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാൾ മുമ്പ് ഒരു കുടുംബം, ഒരപ്പൻ, അമ്മ, 3 മക്കൾ, അവർ പ്രാർത്ഥിക്കാൻ വന്നതിന് ഓർക്കുകയാണ്. അപ്പോൾ അപ്പം പറയുക, എൻ്റെ അച്ഛാ, പിള്ളേരൊക്കെ ദിവസവും ഇന്ന് ഇത്ര വചനം ബൈഹാർട്ട് പഠിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ഞങ്ങൾ 2 പേരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നു വെച്ചാൽ. എന്നിട്ട് ഈ അപ്പം പറയുക, ഒരു 1.5-2 വർഷം മുമ്പ് മക്കൾ പഠനത്തിൻ്റെ കാര്യം, ഞങ്ങൾ 2 പേരും ജോലിയുടെ കാര്യം, ഞായറാഴ്ച പള്ളിയിൽ പോകും, അതിനപ്പുറത്ത് ഞങ്ങൾക്കൊരു ലൈഫില്ലായിരുന്നു. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു അച്ഛാ, ദൈവവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ റെഗുലർ പ്രാർത്ഥനയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ പ്രാർത്ഥിക്കും, അങ്ങനെയാണ്. കാരണം ഞങ്ങൾ 2 പേരും ജോലിക്കാരായി, ഞങ്ങൾക്ക് സമ്പത്ത്, ഞങ്ങൾക്ക് കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ അച്ഛാ, ഇപ്പോൾ അനുഭവിക്കുന്നൊരു സന്തോഷം മറ്റെന്തോ ഒരു മിഷണറി, ഒരു യന്ത്രം പോലെയായിരുന്നു അച്ഛാ. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ചേട്ടൻ അറിയുന്നത് ഈ വൈഫിന് ക്യാൻസർ ആണെന്ന്. ഇവരെ കുടുംബത്തിൽ ഭയങ്കര സ്നേഹമാണ്, മക്കളും അമ്മയും അപ്പനും ഒക്കെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, അവർ
ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ അവരൊരു ധ്യാനത്തിൽ പങ്കെടുത്തു. ഈ കുടുംബം ഉണ്ടല്ലോ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അപ്പൻ, അമ്മ, 3 പിള്ളേർ. ഇന്ന് ആ 3 പിള്ളേർ പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണണം. അത് പറയുക, ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു വെച്ചാൽ, പക്ഷേ ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്നൊരു ആനന്ദം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അച്ഛാ, പറയുന്ന തെറ്റാണെന്നറിയാൻ പാടില്ല, ഈ ക്യാൻസർ വന്നില്ലേ, ഈ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നില്ലേ, ഈ അവസ്ഥയിലാച്ച ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഞങ്ങളെ ദൈവം എന്തോരം സ്നേഹിക്കുന്നുവെന്ന്. ഞങ്ങൾ ദൈവത്തിലേക്ക് നോക്കിയത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്രയും വിശുദ്ധീകരിക്കപ്പെട്ടത്, ഇത്രയും പ്രാർത്ഥനയിലേക്ക് വന്നത്, ഇത്രയും ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയത്, ഞങ്ങളുടെ കുടുംബം ഇന്ന് 1-1.25 മണിക്കൂർ കുടുംബ പ്രാർത്ഥന നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം, ഇത്രയും ദൈവം ഞങ്ങൾക്ക് അടുത്തായതിന് കാരണം ഈ ദുരവസ്ഥയാച്ച, ഈ ഒരു അവസ്ഥയാച്ച. ഈ അപ്പനും അമ്മയും കണ്ണു നിറഞ്ഞ് പറയുക. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ അവർക്ക് ഇന്നത് പറയാൻ പറ്റുന്നുണ്ട്. 1.5 വർഷം മുമ്പ് ഭാര്യയ്ക്ക്, ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക്, തങ്ങളുടെ മമ്മിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ നിലപാട് അതൊന്നും ആയിരുന്നില്ല. പക്ഷെ അവരാകെ തകർന്നു പോയി. അവരൊരു ചോദ്യം ചോദിച്ചു, വൈ? എന്നാൽ വചനം അവരെ പഠിപ്പിച്ചു, ദൈവം അവരെ പഠിപ്പിച്ചു. അത് ദൈവകരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കാനും അത് ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാനും, അങ്ങനെ ആ കുടുംബം മുഴുവനും ആ പ്രശ്നത്തിൽ ദൈവമഹത്വം ദർശിച്ചുവെന്ന് മാത്രമല്ല, ആ കുടുംബം മുഴുവനും ആത്മീയ ആനന്ദത്തിലേക്ക്, പുതിയൊരു സന്തോഷത്തിലേക്ക്, കൃപയിലേക്ക് വളർന്നു. അതിനാൽ ഈ ആരാധനയിൽ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ദുരവസ്ഥകളെയും, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മൾ കരങ്ങൾ കൂപ്പുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പിന്നാലെ നമ്മൾ ഒരാത്മീയ യാത്ര നടത്തുകയാണ്. യേശു ഇതാ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. എൻ്റെ കണ്ണുകൾ രക്ഷ കണ്ടു കഴിഞ്ഞു. യേശു എന്ന രക്ഷ, യേശു എന്ന ദൈവരാജ്യം, അനേകം പ്രവാചകന്മാർ പ്രവചിച്ചു വച്ച യേശു എന്ന വാഗ്ദാനം കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യേശു കടന്നു വരുന്നതിൻ്റെ തൊട്ടുമുമ്പിൽ, അല്ലെങ്കിൽ യേശു കടന്നു വരുന്ന ജീവിതത്തിൻ്റെ തൊട്ടുമുമ്പിൽ അവർ ഒരു ദുരവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിനെ എടുക്ക്. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരവസ്ഥ ആ മനുഷ്യന്റെ മുമ്പിൽ വരുന്നു. ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കാത്തൊരു ദുരവസ്ഥ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വരുന്നു. യേശുവെന്ന രക്ഷ കടന്നു വരുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഒരു ദുരവസ്ഥയുണ്ട്. രക്ഷയ്ക്ക് മുമ്പ് ഒരു ദുരവസ്ഥയുണ്ട് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അബ്രാഹം അനുഗ്രഹം സ്വീകരിക്കുന്നത് എവിടെയാണ്? അബ്രാഹം വാഗ്ദാനം സ്വീകരിക്കുന്നത് എവിടെയാണ്? മോറിയാമലയിലാണ്. മോറിയാമല അബ്രാഹത്തെ സംബന്ധിച്ച് കണ്ണുനീരിൻ്റെ ഒരു മലയാണ്. കാരണം താൻ നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന മകനെ ബലിയർപ്പിക്കുക. ഓർക്കുക, ഈ മോറിയമല കയറാതെ വാഗ്ദാനമില്ല. ഈ കണ്ണുനീര് മല കയറാതെ ഒരു വാഗ്ദാനമില്ല. ഈ ദുരവസ്ഥയെ ഫേസ് ചെയ്യാതെ ഒരു വാഗ്ദാനമില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, അനേകം കുടുംബങ്ങളിൽ ഇന്ന് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ആരെയും കാണിക്കാതെ നമ്മളത് ഒതുക്കുന്നുണ്ട്. എന്നാൽ ഈ ദുരവസ്ഥയ്ക്ക് ഒരു രക്ഷാകരമാനമുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം മക്കൾ പലതരത്തിലുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്കൊരു പരിഹാരം എവിടെ നിന്ന് വരുമെന്ന് ചിന്തിക്കുന്നുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്താം. നമ്മൾ കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കുകയാണ്. യേശുവേ, ഈ നിമിഷം ഈ കുർബാനയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. ടിവിയിലൂടെ, യൂട്യൂബിലൂടെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും എൻ്റെ ഈശോയെ ഇപ്പോൾ ഈ കുർബാനയിൽ ചേർത്ത് വയ്ക്കുന്നു. ഓരോ കുടുംബവും കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ, അത് രോഗമാകാം, സാമ്പത്തിക കടബാധ്യതയാകാം, ഒരു ജോലിയില്ല എന്നുള്ള പ്രശ്നമാകാം, ഒരുപാട് നാളായി ഒരു പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ട് അത് വിജയിക്കുന്നില്ല എന്ന ദുഃഖമാകാം, വിവാഹം പ്രായമെത്തിയിട്ടും വിവാഹം നടക്കുന്നില്ല എന്ന ഒരു ദുരവസ്ഥയാകാം, ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ടും അത് പൂർത്തിയാകുന്നില്ല എന്ന ദുരവസ്ഥയാകാം, വിവാഹം കഴിഞ്ഞ നാളുകളായി ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ദുരവസ്ഥയാകാം. കർത്താവേ, ഇതെല്ലാം നിന്റെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ശക്തമായിട്ട് യേശുവിനെ സ്തുതിക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ വേഗം വരണമേ. മാറാനാഥ കർത്താവേ രക്ഷിക്കുവാൻ വരണമേ. യേശുവേ തകർന്നു കിടക്കുന്ന സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് എൻ്റെ യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ നീ ഇടപെടണമേ. കർത്താവേ നിന്റെ കരം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ മേലും കടന്നു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമേ ആരാധന. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം. ഒരു സങ്കടത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടാണ് ദൈവം ഒരു സന്തോഷം തരുന്നത്. ഒരു മരുഭൂമിയിൽ നിർത്തിയിട്ടാണ് ദൈവം തേനും പാലും ഒഴുകുന്ന ഒരു വാഗ്ദാന ദേശം തരുന്നത്. ഒരു കുരിശിൽ കിടത്തിയിട്ടാണ് ദൈവം ഒരു ഉദ്ധാനം തരുന്നത്. കതകടച്ചിരിക്കുന്ന ഭയന്നിരിക്കുന്ന ഒരു സെഹനുടശാലയിലാണ് പന്തക്കുസ്ത സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്
ഒരു ദുരവസ്ഥയുടെ മുമ്പിലാകും. ഒരു പ്രശ്നവും മാറാതെ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, ഇതെന്നെക്കുറിച്ചാണല്ലോ, നനച്ചിരിക്കാത്തൊരു പ്രതിസന്ധിയിൽ ഞാൻ നിൽക്കുന്നു. ഒരുപാട് നാളായി ഒരു എക്സാം എഴുതുന്നു. നീ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന അനേകം സഹോദരന്മാര് ഇതുപോലുള്ള പ്രതിസന്ധിയിൽ നിന്നിട്ടുണ്ട്. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞ് നീ ചിന്തിക്കുന്നുണ്ട്, എത്ര നാളായി ഒരു കുഞ്ഞിന് വേണ്ടി. നീ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുഞ്ഞുങ്ങളുമൊപ്പം സന്തോഷിച്ച് നടക്കുന്ന ഒരുപാട് ദമ്പതികൾ ഇതേ പ്രതിസന്ധിയിൽ നിന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കടബാധ്യത എന്ന ഒരു ദുരവസ്ഥയുടെ മുമ്പിലാകാൻ ഞാൻ, ഒരുപക്ഷെ പഠിച്ചിറങ്ങിയിട്ട് ഒരു ജോലിയില്ല എന്നൊരു ദുരവസ്ഥയുടെ മുമ്പിലാകാൻ ഞാൻ, ഒരുപക്ഷെ ആലോചിച്ച് പ്രാർത്ഥിച്ച് സ്വപ്നം കണ്ടുറപ്പിച്ച് ഒരു വിവാഹം പാതി വഴിയിൽ പിണങ്ങിപ്പിരിഞ്ഞതിൻ്റെ ഒരു ദുരവസ്ഥയുടെ മുമ്പിലാകാം ഞാൻ. ഒരുപാട് നാളായി സ്വപ്നം കണ്ടെഴുതുന്ന ഒരു എക്സാം പലയാവർത്തി പരാജയപ്പെട്ടതിൻ്റെ ഒരു ദുരവസ്ഥയുടെ മുമ്പിലാകാം ഞാൻ. ഒരുപാട് സ്വപ്നം കണ്ട് പണിയാൻ ആരംഭിച്ചൊരു വീട് പൂർത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ദുരവസ്ഥയുടെ മുമ്പിലാകാം ഞാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിന് മുമ്പിൽ ചില ദുരവസ്ഥകളുണ്ട്. പക്ഷേ ഈ ദുരവസ്ഥയെ നമ്മുടെ ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കരുത്. ഈ ദുരവസ്ഥയെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ദുരവസ്ഥയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയുണ്ട്. കാരണം ഈ ദുരവസ്ഥയ്ക്കപ്പുറത്ത് ഒരു മഹത്വമുണ്ട് എന്നറിയാവുന്ന പിശാച്, കുരിശിൻ്റെ അപ്പുറത്ത് ഒരു ഉയർപ്പുണ്ടെന്നറിയാവുന്ന പിശാച്, മരുഭൂമിക്കപ്പുറത്ത് ഒരു വാഗ്ദാന നാടുണ്ടെന്നറിയാവുന്ന പിശാച് നിന്നെ മരുഭൂമിയിൽ പ്രലോഭിപ്പിക്കും, നിന്നെ കുരിശിൽ പ്രലോഭിപ്പിക്കും. പിശാച് ആഗ്രഹിക്കും അത് ഏറ്റെടുക്കാൻ. ഇവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ പ്രശ്നത്തെ ദൈവകരത്തിൻ്റെ കീഴിൽ നിർത്തേണ്ടത്. ഒരു കാര്യം മാത്രം ഉറപ്പിക്കുക, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലെ നിന്റെ ദുരവസ്ഥയ്ക്ക് ഒരു രക്ഷാകരമാനം നിനക്ക് അനുഭവിക്കാൻ പറ്റൂ. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ മാത്രമേ നിന്റെ പ്രശ്നത്തിന് ഒരു വാഗ്ദാനം കൊണ്ടുവരാൻ പറ്റൂ. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ മാത്രമേ നിന്റെ സങ്കടങ്ങൾക്കപ്പുറത്ത് ഒരു സന്തോഷം നൽകാൻ പറ്റൂ. ഈ പ്രതിസന്ധിയിൽ, ഈ ദുരവസ്ഥയിൽ നീ തിരിച്ചറിയുക, ഞാൻ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണോ, ഞാൻ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണോ? വിശുദ്ധ ഔസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിന്നു. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴേ എൻ്റെ കുടുംബത്തിന്, എൻ്റെ ജീവിതത്തിന് രക്ഷ അനുഭവിക്കാൻ പറ്റൂ. ഏത് പ്രതിസന്ധിയിലും ഞാൻ ആഗ്രഹിക്കേണ്ടത് എൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിർത്തുക, ദൈവ നിയമത്തിൻ്റെ കീഴിൽ നിർത്തുക, ദൈവ പരിപാലനയുടെ കീഴിൽ നിർത്തുക, ദൈവശക്തിയുടെ കീഴിൽ നിർത്തുക, ദൈവ സ്നേഹത്തിൻ്റെ കീഴിൽ നിർത്തുക. എങ്കിലേ എനിക്ക് രക്ഷ അനുഭവിക്കാൻ പറ്റൂ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഈ നിമിഷം ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ചില തീരുമാനങ്ങളിൽ നമ്മൾ ഇടറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ചില ചിന്തകളിൽ, തീരുമാനങ്ങളിൽ നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. യേശുവേ, എന്നോട് പൊറുക്കണമേ. യേശുവേ, ഈ ദുരവസ്ഥയെ, ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ നീ നയിക്കണേ.
വാതിലുകളടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ ജീസസ് എന്നെ നടത്തുന്നവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധിയിൽ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. ഉടനെ ആ പ്രതിസന്ധി പരിഹരിക്കാൻ ദൈവം കൂടെ നിർത്തിയിരിക്കുന്ന വ്യക്തികളെ പതുക്കെ പിശാച് അകറ്റും. യേശു ഒരു പെൺകുട്ടിയെ സുഖപ്പെടുത്തുകയാണ്. യേശു തൻ്റെ ചില ശിഷ്യന്മാരെ വിളിച്ചു, ആ കുട്ടിയുടെ മാതാപിതാക്കളെയും വിളിച്ചു, എന്നിട്ട് കഥ കടച്ചു. ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. യേശുവിന് ആ പെൺകുട്ടിയെ സുഖപ്പെടുത്താൻ ആ 3 ശിഷ്യന്മാരും അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യം അത്യാവശ്യമായിരുന്നോ? ഒരു പക്ഷേ യേശുവാണ് സുഖപ്പെടുത്തുന്നത്. ആ അപ്പനും അമ്മയ്ക്കും അവിടെ റോളൊന്നുമില്ല. അതിനെ സുഖപ്പെടുത്തി, അതിനെ ജീവിപ്പിച്ച്, ആ മരിച്ച കുട്ടി ഉയർപ്പിച്ച് പുറത്തു കൊണ്ട് വന്ന് അപ്പനും അമ്മയെയും കാണിച്ചാലും അതവർക്ക് ബോധ്യപ്പെടും, അതവർക്ക് സാക്ഷ്യമാകും. Then why? എന്തുകൊണ്ട് യേശു അപ്പനെയും അമ്മയെയും കയറ്റി? കാരണം അവൻ്റെ സൗഖ്യം ആ കുട്ടിയെ നിർത്തിയിരിക്കുന്ന ചില വ്യക്തികളുടെ കൂടെ നിന്നാലേ യേശുവിലൂടെയുള്ള സൗഖ്യം വരികയുള്ളൂ. യേശുവിലൂടെയുള്ള ജീവൻ ആ കുട്ടിയിലേക്ക് വരണമെങ്കിൽ ആ കുട്ടിയെ ദൈവം നിർത്തിയിരിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ കുഞ്ഞിനെ യേശു നിർത്തിയിരിക്കുന്നത് ഒരപ്പൻ്റെയും അമ്മയുടെയും ബന്ധത്തിലാണ്. അവിടെ 3 ശിഷ്യന്മാരെ വിളിച്ചു. ആ കുഞ്ഞിനെ ദൈവം നിർത്തിയിരിക്കുന്നത് സഭയുടെ ബന്ധത്തിലാണ്. അവിടെ ആ കുഞ്ഞിന് യേശുവിലൂടെയുള്ള രക്ഷ അനുഭവിക്കാൻ പറ്റൂ. ശ്രദ്ധിക്കുക, ഒരു പ്രതിസന്ധിയിൽ ദൈവിക ഇടപെടലുണ്ടാകണമെങ്കിൽ ജോസഫ് എന്താ ചെയ്തത്? ജോസഫ് അന്നൊരു യഹൂദ കുടുംബം എന്തൊക്കെ കൽപ്പന അനുസരിക്കണമോ അതെല്ലാം അനുസരിച്ചു. ഒരു യഹൂദ കുടുംബം പേരെഴുതിക്കാൻ പോകണം, അത് ജോസഫ് അനുസരിച്ചു. ജോസഫ് ഒറ്റയ്ക്കല്ല പോകുന്നത്, മാതാവ് ഉണ്ണീശോയുണ്ട് എന്ന് വെച്ചാൽ അർത്ഥം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദുരവസ്ഥയെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ദൈവം നിർത്തിയ സാഹചര്യത്തിൽ നിൽക്കുക. ഞാൻ സഭയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഞാൻ കൂദാശകളോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ?
ഞാൻ ദൈവം എന്നെ നിർത്തിയ ബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഇതും പ്രധാനപ്പെട്ടതാണ്. സംടൈംസ് ഞാൻ ആ പ്രശ്നത്തിൽ ദൈവത്തിലേക്ക് തിരിയുന്നുണ്ട്, നമ്മൾ ധ്യാനിച്ചതാണ്. ആ പ്രശ്നത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നമ്മൾ ധ്യാനിച്ചതാണ്. പക്ഷേ നമ്മളിൽ പലർക്കും കൈമോശം വരുന്നത്, ആ രക്ഷാകര ഇടപെടൽ കൈമോശം വരാൻ കാരണം ഇതാണ്: നമ്മൾ ആ പ്രതിസന്ധിയിൽ ദൈവം കൂടെ നിർത്തിയവരോടൊപ്പമല്ല നിൽക്കുന്നത്. ദൈവം നിർത്തിയ ഇടങ്ങളിൽ നിന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ദുരവസ്ഥയിലൂടെ പോകുന്ന കുടുംബം ഓർക്കുക, നീ നിന്റെ ഇടവകയുടെ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? നീ സഭയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും മക്കളോടും ചേർന്ന് നിന്നാണോ ഈ ദുരവസ്ഥയെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത്? കാരണം ഈ ദുരവസ്ഥയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പിശാച് മനഃപൂർവ്വം ചിലപ്പോൾ ഈ വഴികളിൽ നിന്നെല്ലാം നിന്നെ മാറ്റിക്കളയും. അതിനാൽ കർത്താവേ, നീ ആരെയൊക്കെ എൻ്റെ കൂടെ നിർത്തിയോ, അതെൻ്റെ ജീവിത പങ്കാളിയാകാം, സഹോദരങ്ങളാകാം, മാതാപിതാക്കളാകാം, മക്കളാകാം, സഭയാകാം, അതിനോട് ചേർന്ന് നിന്ന് ഈ ദുരവസ്ഥയെ പരിഹരിക്കാനുള്ള, ഇതിനെ നേരിടാനുള്ള ഒരു ആത്മീയ കൃപ, ആത്മീയ ശക്തി എനിക്ക് നൽകണേ. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയാൽ എന്നിൽ നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയാൽ എന്നിൽ നിറഞ്ഞു കവിയണമേ. നമ്മൾ കരങ്ങൾ കൂപ്പുമ്പോൾ യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും, ഓരോ മക്കളെയും, അവരിപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും എൻ്റെ യേശുവേ കുർബാനയോട് ചേർത്ത് വയ്ക്കുന്നു. ഈ ആശീർവാദം ഞങ്ങളുടെ കുടുംബത്തിലെ കെട്ടഴിക്കട്ടെ, ബന്ധനമഴിക്കട്ടെ. അനൈക്യത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി ഐക്യത്തിൻ്റെ കൃപയുടെ ശക്തി യേശുവേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിറയട്ടെ. ദൈവമേ, ഞാൻ എവിടെ നിന്നാലാണ് എൻ്റെ കുടുംബം യേശുവിലൂടെയുള്ള രക്ഷ അനുഭവിക്കുന്നത്, അവിടെ നിൽക്കുവാൻ എൻ്റെ ഇടവകയോട് ചേർന്ന്, സഭയോട് ചേർന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന്, ദൈവം എനിക്ക് അരികിൽ നൽകിയ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകണമേ. നമ്മുടെ എല്ലാ ദുരവസ്ഥകളെയും ഈശോയുടെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും
ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.